ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എം.ജി. ശ്രീകുമാർ വേടൻ എന്ന ഗായകനെ കുറിച്ച് പറഞ്ഞ പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം. വേടനെ അധിക്ഷേപിച്ചു, വേടൻ അറിയില്ല എന്ന് പറഞ്ഞത് വേടനെതിരെയുള്ള അധിക്ഷേപമാണ് എന്ന രീതിയിൽ എം.ജി. ശ്രീകുമാറിനെതിരെ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് നടക്കുന്നുണ്ട്. ശരിയാണോ എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, വേടൻ അറിയില്ല എന്ന് പറയുന്നത് വേടനെതിരെ നടത്തിയ അധിക്ഷേപമാണ്. രണ്ട്, ഇതിൽ ജാതി അധിക്ഷേപം എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം എം.ജി. ശ്രീകുമാർ പറഞ്ഞത് എന്താണെന്ന് കേട്ടു നോക്കാം. കാരണം രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം. എനിക്ക് ഈ വേടൻ എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞൂടാ, ഒന്ന്. രണ്ടാമത്, അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു വിലയിരുത്താൻ ഞാൻ ആളല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സ്വയം നന്നാകുക എന്നുള്ളതല്ലാതെ നമുക്കാരും നന്നാക്കാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ്. കാരണം ഞാനും ദാസേട്ടനുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ എല്ലാം അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് വെളുപ്പിന് 4 മണിക്ക് എണീറ്റിരുന്ന് അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കണ്ട് വളർന്നതാണ് ഞാൻ. അപ്പോൾ എനിക്കൊന്നും അത് പറയാൻ പറ്റില്ല. ഇവരൊക്കെ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിഞ്ഞൂടാ. അതാണ് എൻ്റെ സത്യം. ഇതാണ് പറഞ്ഞിട്ടുള്ള പരാമർശം. ഈ വേടൻ ആരാണെന്ന് എനിക്കറിയില്ല, വേടന്റെ പാട്ടും എനിക്കറിയില്ല എന്ന് പറഞ്ഞതോടുകൂടി വേടൻ അധിക്ഷേപിച്ചതാണ് എന്ന രീതിയിലാണ് ചർച്ച പോകുന്നത്. സത്യത്തിൽ ഏതെങ്കിലും അധിക്ഷേപം ഉണ്ടോ? ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് ഒരു അധിക്ഷേപവും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾക്ക് ഇതിനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, എം.ജി. ശ്രീകുമാർ സത്യസന്ധമായിട്ട് പറയുന്നു അയാൾക്ക് അറിയില്ല, അതുകൊണ്ട് അയാൾക്ക് അറിയില്ല എന്ന് പറയുന്നു. രണ്ട്, എം.ജി. ശ്രീകുമാർ വേടൻ എന്ന് പറയുന്ന ഒരു ഗായകന് ലഭിക്കുന്ന ഒരു പോപ്പുലാരിറ്റി അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അസൂയ കൊണ്ട്, അല്ലെങ്കിൽ അയാളെ ഈ പറയുന്ന പോലെ അയാളെ ജാതി ഇതായതുകൊണ്ട് അയാൾ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് എം.ജി. ശ്രീകുമാർ അത് പറഞ്ഞു. ഈ രണ്ടാമത് പറഞ്ഞ കാര്യത്തെ നമ്മൾക്കൊരു വ്യാഖ്യാനം എന്നേ പറയാൻ കഴിയുള്ളൂ. ഡയറക്റ്റായിട്ട് ആ രീതിയിലൊന്നും എം.ജി. ശ്രീകുമാർ സംസാരിച്ചിട്ടില്ല. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എം.ജി. ശ്രീകുമാറിന് ചോദിച്ച ചോദ്യം എന്താണെന്നുള്ളതാണ്. ആ ചോദ്യത്തിനനുസരിച്ച മറുപടിയാണ് എം.ജി. ശ്രീകുമാർ പറഞ്ഞിരിക്കുന്നത്. ചോദ്യം നോക്കിയിട്ട് നോക്കാം. ശ്രീ എം.ജി. ശ്രീകുമാർ, ഇപ്പോൾ ഈ വേടന്റെ കേസിൽ പ്രത്യേകിച്ച് താങ്കളൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. എങ്കിലും എനിക്ക് ഒറ്റ കാര്യം അറിയാനുള്ളത്, വേടനെ ഇപ്പോൾ ഈ കാര്യത്തിൽ പിടിച്ചപ്പോൾ ഈ വേടന്റെ സംഗീതത്തെയും വേടന്റെ സ്റ്റേജിലുള്ള പെർഫോമൻസിനെയും ഒക്കെ ഈ ഒരു ഒറ്റ സംഭവത്തിന്റെ വെളിച്ചത്തിലാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? അങ്ങനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വേടന്റെ സംഗീതത്തെയും വേടന്റെ സ്റ്റേജ് പെർഫോമൻസിനെയും വിലയിരുത്തേണ്ടത് വേടന്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ, വേടന്റെ സംഗീതം എം.ജി. ശ്രീകുമാർ കേട്ടിട്ടുണ്ടാവണം, വേടന്റെ സ്റ്റേജ് ഷോസ് എം.ജി. ശ്രീകുമാർ കണ്ടിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ വേടൻ ചെയ്ത പ്രവൃത്തി, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കാര്യത്തിൽ ഇതിനു മുന്നിലുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേടൻ കഴിച്ചത് ഏത് രീതിയിലുള്ള മയക്കുമരുന്നായാലും, അത് സിന്തറ്റിക് ആയാലും നോൺ സിന്തറ്റിക് ആയാലും ഹൈബ്രിഡ് ആയാലും വേടൻ ചെയ്ത് തെറ്റാണ്. അതിൻ്റെ ഒപ്പം നിൽക്കാനായിട്ട് നമുക്ക് കഴിയില്ല. വേടനെതിരെ വന്നിട്ടുള്ള ജാതിപരം അധിക്ഷേപം അത് മറ്റൊരു വശമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷേ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ചെയ്ത പ്രവൃത്തി ഇതാണ്. ആ പ്രവൃത്തിയെ വെച്ചിട്ട് വേടന്റെ സംഗീതത്തെയും വേടന്റെ സ്റ്റേജ് പെർഫോമൻസിനെ വിലയിരുത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം.ജി. ശ്രീകുമാർ ഇത് രണ്ടും കാണാത്തിടത്തോളം കാലം എങ്ങനെയാണ് വിലയിരുത്തുക? അവിടെയാണ് അദ്ദേഹത്തിന്റെ മറുപടി കൃത്യമായിട്ട് വരുന്നത്. എനിക്ക് വേടനെ അറിയില്ല, വേടന്റെ സ്റ്റേജ് ഷോ ഞാൻ കണ്ടിട്ടില്ല. ഇത് വലിയൊരു അപരാധമായിട്ട് കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എം.ജി. ശ്രീകുമാറിന്റെ കാര്യം തന്നെ എടുക്കും. ഇപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ എം.ജി. ശ്രീകുമാറിന്റെ പാട്ടില്ലാത്തൊരു ട്രിപ്പ് ഉണ്ടാവും. നരസിംഹത്തിലെ പാട്ടായാലും, ഈ താങ്കനക്ക എന്ന് തുടങ്ങുന്ന പാട്ട്, നരനിലെ പാട്ട്, വേൽമുരുക എന്ന് പറയുന്ന പാട്ട്, ഈ പാട്ടൊന്നും ഇല്ലാത്തൊരു ട്രിപ്പ് മലയാളിക്കുണ്ടാവും. അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ്, ഒന്ന് നമ്മൾക്കൊന്ന് തുള്ളിച്ചാടി ഓളം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പാട്ടിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടുണ്ടാവുമല്ലോ. പക്ഷേ കേരളത്തിന് പുറത്തേക്ക് വന്നാൽ അവിടെ എം.ജി. ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു ഗായകനെ കുറിച്ച് അറിയുന്നവർ ചുരുക്കമാണ്. അവർക്ക് വളരെ പെട്ടെന്ന് യേശുദാസിനെ കുറിച്ച് പറയാൻ കഴിയുന്നുണ്ട്, ചിത്രയെ കുറിച്ച് പറയാൻ കഴിയുന്നുണ്ട്, സുജാതയെ കുറിച്ച് പറയാൻ കഴിയുന്നുണ്ട്, ജയന്തനെ കുറിച്ച് പറയുന്നുണ്ട്. ജയേന്ദ്രൻ ഒരുപാട് പഴയ തമിഴ് ഗാനങ്ങളൊക്കെ ആലപിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരറിയുന്നവർ കുറവാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് പോകും തോറും യേശുദാസും ചിത്രയുമാണ് കൂടുതൽ അറിയപ്പെടുന്ന ആളുകൾ അവിടെ. കാരണം ഇവരൊരു പാൻ ഇന്ത്യൻ സിംഗേഴ്സ് ആണ്. അതേസമയം എം.ജി. ശ്രീകുമാർ ഒരു പാൻ ഇന്ത്യൻ സിംഗർ അല്ല. അത് അയാളുടെ ഒരു പ്രശ്നവുമല്ല. ഞാൻ മനസ്സിലാവുന്ന എം.ജി. ശ്രീകുമാറിന് മറ്റ് ഭാഷകളിൽ പാടുമ്പോഴുണ്ടാകുന്ന ഉച്ചാരണ പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു വിലയിരുത്തലാണ്. എനിക്ക് അതിൻ്റെ പശ്ചാത്തലം അറിയില്ല. എങ്കിൽ കൂടി ഞാൻ മനസ്സിലാക്കുന്ന അതാണ്. ഇപ്പോൾ ശ്രേയ ഘോഷാൽ എന്ന് പറയുന്ന സിംഗർ, അവരൊരു പാട്ട് പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏത് ഭാഷയിൽ പാട്ട് പാടിയാലും ആ നേറ്റീവ് പാടുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ആ നേറ്റീവ് പദങ്ങൾ ഉച്ചരിക്കുന്നത് പോലെയാണ് പാട്ടിൽ ശ്രേയ ഘോഷാൽ പാടുന്നത്.
അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല അവര് മറ്റു ഭാഷയിൽ നിന്ന് വന്നുള്ള സിംഗറാണ്. അതേസമയം തന്നെ ഇപ്പൊ കുമാർ സാനുവിനെ പോലുള്ള ഗായകർ അല്ലെങ്കിൽ ഉദിത് നാരായണനെ പോലുള്ള ഗായകരൊക്കെ മലയാളത്തിൽ വന്ന് പാട്ട് പാടുന്നുണ്ട്. ഇപ്പോൾ മുന്തിരിപ്പാടം എന്ന് പറയുന്ന പാട്ട് എത്ര മോശമായിട്ടാണ് ഉച്ചരിച്ചിരിക്കുന്നത്. അതേപോലെ ഈ ഉച്ചാരണ പ്രശ്നം ഉള്ളത് കൊണ്ടായിരിക്കാം എം.ജി. ശ്രീകുമാർ ഒരു പാൻ ഇന്ത്യൻ ഗായകനാകാതെ പോയത്. പക്ഷെ അത് ഞാൻ പറയുന്നത് അയാളുടെ ഒരു പ്രശ്നമല്ല. അയാള് 1990 കാലഘട്ടത്തിലുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ എം.ജി. ശ്രീകുമാറിനെ അറിയുന്നവർ ഒരുപാട് പേരുണ്ട്. റേഡിയോയിൽ എം.ജി. ശ്രീകുമാറിന്റെ പേര് ഒരു ദിവസമെങ്കിലും കേൾക്കാത്തവരുണ്ടാവില്ല. റേഡിയോയിൽ പ്ലേ ചെയ്യുന്നത് ഒരു പാട്ടെങ്കിലും എം.ജി. ശ്രീകുമാറിന്റെ പാട്ടായിരിക്കും ആ കാലഘട്ടത്തിൽ. ഒരുപക്ഷെ അന്ന് ഞാൻ എം.ജി. ശ്രീകുമാറിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ലായിരിക്കും. പേരും ശബ്ദവും മാത്രമേ നമുക്ക് അറിയുള്ളൂ, ആളെ അറിയില്ല. അന്ന് നമ്മൾക്ക് പെട്ടെന്ന് അറിയാവുന്ന 2 സംഗീതജ്ഞരെന്ന് പറയുന്ന ഒന്ന് കണ്ടാൽ അറിയുന്നവരുണ്ട്, ഇളയരാജയും യേശുദാസുമാണ്. കാരണം ഇവരുടെ ചിത്രങ്ങൾ അന്ന് ഈ ഭിത്തിയിലും അതേപോലെ ബോർഡുകളിലും ഒക്കെ വരച്ചു വെക്കുന്ന കാലം ഉണ്ടായിരുന്നല്ലോ. ഇന്നത്തെ ഫ്ലെക്സിന്റെ കാലഘട്ടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്നത്തെ പോലുള്ള വളരെ കളർഫുള്ളായ ഹോൾഡിങ്സിന്റെ കാലത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പണ്ട് വരച്ചു വെക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് വരച്ചു വെച്ചിരുന്ന സംഗീതജ്ഞന്മാരിൽ യേശുദാസുണ്ട്, ഇളയരാജയുണ്ട്. അതുകൊണ്ട് നമ്മൾക്കറിയാമായിരുന്നു യേശുദാസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇളയരാജ ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ്. പക്ഷെ എം.ജി. ശ്രീകുമാർ അന്ന് നേരെ മുന്നിൽ വന്നപ്പോലും എനിക്കറിയാൻ പറ്റില്ലായിരുന്നു. അത് എന്നിട്ട് പറയുന്നു ഇപ്പോഴത്തെ കിഡ്സിനെ അറിയുന്നു. ഇപ്പോഴത്തെ കിഡ്സിനെ പറയില്ലായിരിക്കാം, പക്ഷെ ഒരു 90s ആളുകൾക്ക് എം.ജി. ശ്രീകുമാറിന് വളരെ പരിചിതമാണ്. ഇപ്പോഴത്തെ കിഡ്സിന് അറിയില്ല എന്ന് പറയുന്നതോടെ എം.ജി. ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു ഗായകൻ ഇല്ലാതെ ആവുന്നില്ല. വേടനെ കുറിച്ച് എം.ജി. ശ്രീകുമാർ അറിയില്ല എന്ന് പറയുമ്പോൾ അത് അയാൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേടന്റെ സംഗീതം എം.ജി. ശ്രീകുമാറിനെ പോലുള്ള ഒരു പ്രേക്ഷകനിലേക്ക് എത്തുന്നില്ല എന്നേ ഉള്ളൂ. അത്ര മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മളൊരു അധിക്ഷേപമൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇത് പണ്ട് ഇനി പറയുന്ന ആളുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, പണ്ട് മരിയ ഷറപ്പോവയെ നമ്മൾ സദാചാരം പഠിപ്പിക്കാൻ പോയി, എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് പഠിപ്പിക്കാൻ പോയി. അതിന്റെ കാരണം അവർക്ക് സച്ചിനെ അറിയില്ല എന്ന് പറഞ്ഞതാണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. മെൻസ് ക്രിക്കറ്റിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, വിമൻസ് ക്രിക്കറ്റിന്റെ കാര്യമാണ്. മിത്താലിയുടെ ജീവിതത്തെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ ഒരു കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട്. ഈ BCCI ക്രിക്കറ്റ് അസോസിയേഷന്റെ ഓഫീസിലുള്ള ഒരു ഓഫീസ് ബെയറായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി. ആ വ്യക്തിക്ക് എല്ലാവരെയും അറിയാം. സുനിൽ ഗവാസ്കറിന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയ ബാറ്റുണ്ട്. ഓരോ കളിക്കാരന്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് എന്താണെന്ന് അറിയാം. പക്ഷേ ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റിലെ ഒരു കളിക്കാരന്റെ പേരോ ക്യാപ്റ്റന്റെ പേരോ ആ വ്യക്തിക്കറിയില്ല. അത് ഈ പറയുന്ന ഒരു സമൂഹത്തിന്റെ റെപ്രസെന്റേഷൻ ആയിരുന്നു. എല്ലാം കൃത്യമായിട്ട് അറിയാം. സയ്യിദ് അൻവർ 194 അടിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ താഴെ 188 ആണ്. 175 ആയിരുന്നു കപിൽ ദേവ് സിംബാബ്വേക്കെതിരെ 1983 വേൾഡ് കപ്പിൽ അടിച്ച സ്കോറാണ്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ബോൾ ബൈ ബോൾ അറിയാമായിരുന്നു നമുക്ക് കാര്യങ്ങൾ. പക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പെൺകുട്ടിയെ കുറിച്ച് അന്ന് നമുക്കറിയില്ലായിരുന്നു. എന്ന് കരുതി അയാൾ അറിയില്ല എന്ന് പറയുന്നതോടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ പെർഫോം ചെയ്ത പെൺകുട്ടികളൊക്കെ അധിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അയാളുടെ അറിവില്ലായ്മ മാത്രമാണ്. എം.ജി. ശ്രീകുമാറിന്റെ അറിവില്ലായ്മ മാത്രമായിട്ട് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ എം.ജി. ശ്രീകുമാറിലേക്ക് എത്തിപ്പെട്ടില്ല എന്ന് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ എം.ജി. ശ്രീകുമാർ അധിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ അയാൾക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് നടത്തുന്നത് ഒരു ശരിയായ കാര്യമല്ല. രണ്ടാമത്തേത്, ഈ വിഷയത്തിൽ ജാതി അധിക്ഷേപം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ജാതി അധിക്ഷേപം എം.ജി. ശ്രീകുമാർ പറഞ്ഞ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. പക്ഷെ മൊത്തത്തിൽ ഒരു ജാതി അധിക്ഷേപവും ഈ വേടനെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അതിനെ ഒന്നല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ എന്ന് എനിക്ക് പറയാനുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളുടെ ചില നിലപാടുകളെ പിന്തുണക്കുന്നതിന് വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം അത്തരം കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. വേടനെതിരെ ഈ മയക്കുമരുന്ന് കേസ്, അതിന് പിന്നാലെ പുലിനഖത്തിന്റെ കേസ് അല്ലെങ്കിൽ പുലിപ്പല്ലിന്റെ കേസൊക്കെ വരുമ്പോൾ അയാൾ അധിക്ഷേപിക്കാൻ ഉപയോഗിച്ചൊരു വാക്കാണ് കോളനി വാണം അല്ലെങ്കിൽ മുതു കോളനി വാണം. പല കമന്റുകളിലും ഞാനത് കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചിട്ടാണ് ഇവിടെ ജാതി അധിക്ഷേപമൊന്നും ഇല്ലാന്ന് ചിലരൊക്കെ ഞെളിഞ്ഞിരുന്ന് പറയുന്നത്. ഈ കോളനി എന്ന വാക്ക് മോശമാണെന്ന് അപ്പോൾ നിങ്ങൾ ചോദിക്കും. ബ്രിട്ടീഷുകാരുടെ കോളനിവൽക്കരണത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. കോളനി എന്ന വാക്ക് ലിറ്ററൽ മീനിങ്ങിൽ മോശമായ വാക്കല്ല. പക്ഷേ നമ്മളുടെ നാട്ടിൽ കേരളത്തിൽ ആ വാക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാക്കേജാണ് ഈ കോളനികൾ എന്ന് പറയുന്നത്. എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ താമസിച്ചിടത്തുള്ള ഒരു കോളനിയാണ് വെട്ടുവ കോളനി. വെട്ടുവ എന്ന വാക്ക് അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ ചോദിച്ചാൽ അത് ജാതിയെ പരാമർശിക്കാൻ വേണ്ടി ഉപയോഗിച്ചതല്ല ഞാൻ. അന്ന് നമ്മൾ ചില കാരണവന്മാർ നമ്മളെ പിണങ്ങാൻ വേണ്ടി പറയുന്ന വാക്കാണ്. നീ വളർന്നിനി ആ കോളനിയിലെ പിള്ളേരെ പോലെ അയക്കോ, ആ കോളനി പിള്ളേരെ കണ്ടിഞ്ഞ് പഠിച്ചിട്ട് വേണം നീയൊക്കെ ഇനി ഗതികെട്ടാതെ നടക്കാനായിട്ട്. എന്തായിരുന്നു ഇത്തരത്തിൽ നമ്മൾ പിണങ്ങുന്നതിന് പിന്നിലുള്ള ചേതോവികാരം? ഞാൻ പിന്നീട് താമസിച്ചിരുന്നത് ഗിരിവർഗക്കാരായിട്ടുള്ള ചില ആളുകൾ അവരുടെ താമസിച്ചിരുന്ന പ്രദേശം, അവരെ കോളനിയായിട്ടൊന്നും അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ച് ആളുകൾ അങ്ങനെ കൂടി താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കോളനി എന്നാണ് ബാക്കിയുള്ള ആളുകൾ പറയാം. ഞാൻ ഇന്ന് തൊട്ടടുത്തുനിന്ന് വരുന്നതായതുകൊണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പറയുന്ന ഒരു വാക്കാണ് ആ കോളനി എന്നല്ലേ നീ വരുന്നത്, നീ അങ്ങനെ കാണിച്ചില്ലെങ്കിൽ അതിശയുള്ളൂ. എൻ്റെ തെറ്റിന് ആ കോളനിക്ക് കുറ്റം, ആ കോളനിയിൽ താമസിക്കുന്നവർക്കാണ് കുറ്റം.
ഇതിനെയാണ് ജാതീയപരം അധിക്ഷേപം എന്ന് പറയുന്നത്. ഈ വാക്കാണ് വേടനെതിരെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കി അല്ലെങ്കിൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ച് പറയുകയാണ് ഇവിടെ ജാതി അധിക്ഷേപമൊന്നും നടക്കുന്നില്ല എന്ന്. ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാന്ന് പറഞ്ഞാൽ പണ്ട് ഈ അലൂമിനിയം കലങ്ങളൊക്കെ കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഈ പുട്ടുകുറ്റി വെക്കുന്ന പുട്ടിന്റെ തൂത എന്ന് പറയുന്ന പുട്ടുകുടം. ഈ കുടത്തിനൊക്കെ ഓട്ട വീണ് കഴിഞ്ഞാൽ ആ ഓട്ട എവിടെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ അമ്മച്ചിമാരൊക്കെ ചേരുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യന് നേരെ ഈ കുടം അല്ലെങ്കിൽ ഈ കലം ഇങ്ങനെ പിടിച്ച് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ ഓട്ടയുണ്ടെങ്കിൽ, അതിലൊരു തുള വീണിട്ടുണ്ടെങ്കിൽ അതിലൂടെ പ്രകാശം അകത്തേക്ക് വരും. എന്നിട്ട് ഈ തുള അടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു കീലെന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും, അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിൽ സ്റ്റിക്ക് കിട്ടും. ആ സ്റ്റിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കൽ തീയിൽ കാണിച്ച് ഉരുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എത്ര തീ ഉണ്ടായാലും അത് ഉരുകില്ല. അപ്പോൾ അത് തീയിൽ ഉരുക്കിയിട്ട് ആ ഓട്ട അടക്കും. നമ്മൾ തീയിൽ വെച്ചാലും ആ ഓട്ട അടഞ്ഞതിനിരിക്കും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി ഇത് അടക്കാനുള്ള മറ്റൊരു വഴിയുണ്ട്. അത് വളരെ എളുപ്പമാണ്. ഈ പ്രകാശത്തിന് നേരെ പിടിച്ചിട്ട് ഓട്ട വീഴുന്ന ഭാഗത്ത് കൊണ്ട് കൈ അടച്ചു വെച്ച് അവിടെ ഇരുട്ടാക്കിയാൽ മതി. അപ്പം പിന്നെ നമ്മൾ നോക്കിയാൽ ഓട്ട കാണില്ല. ഇതിനാണ് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുക എന്ന് പറയുന്നത്. അതേപോലെ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുന്നവർക്ക് ഇവിടെ ജാതി അധിക്ഷേപം ഇല്ല എന്ന് പറയാം, ജാതി ഇല്ല എന്നൊക്കെ പറയാം. സണ്ണിയം കവിക്കാട് പറയുന്ന ഒരു അനുഭവമുണ്ട്. അയാൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ ആ സ്ഥലത്തേക്ക് അയാളുടെ പേരിന് മുന്നേ ചെല്ലുന്നത് അയാളുടെ ജാതിയാണ്. ഇവിടെ നിന്ന് അപ്പം തന്നെ വിളി വരുന്നേ ഇന്ന ജാതിപ്പെട്ടവൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, അവന്റെ പേര് ഇതാണ്. ആദ്യം ജാതിയാണ് ചെല്ലുന്നത്. അതാണ് ഐഡന്റിറ്റി ആയിട്ട് കാണിക്കുന്നത്. സത്യത്തിൽ ഒരാളുടെ ഐഡന്റിറ്റി അയാളുടെ പേരാണ്. എൻ്റെ പേരാണല്ലോ എൻ്റെ ഐഡന്റിറ്റി. ആ പേരെത്തുന്നതിന് മുമ്പ് ജാതിയാണ് എത്തുന്നത്. എന്നിട്ട് നമ്മൾ പറയുന്നു ഇവിടെ ജാതിയുമില്ല, മതവുമില്ല, ഒരു കോപ്പുമില്ല. വേടനെതിരെ ജാതിപരമായ അധിക്ഷേപമൊന്നുമില്ല എന്ന്. ഈ അധിക്ഷേപം ഇവിടെ നിലവിലുണ്ട്. ഇപ്പോൾ വേടൻ്റെ അമ്മയുടെ ലീനേജ് വരെ നമ്മൾ പരിശോധിച്ചു. ഞാൻ ഒന്നും കൂടി ചോദിക്കുകയാണ്, മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് വിഷയമുണ്ടായപ്പോൾ മോഹൻലാലിൻ്റെ അമ്മയുടെ ലീനേജ് നമ്മൾ പരിശോധിച്ചു. ഇപ്പം ജയറാം പുലിനകം ഇട്ടിരിക്കുന്ന ചിത്രം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നീടാണ് അങ്ങനെയുള്ള ചിത്രങ്ങൾ കണ്ടത്. സുരേഷ് ഗോപിയുടെ കഴുത്തിലുണ്ട്, പിന്നെ ആ മുകേഷ് എന്ന് പറയുന്ന വ്ളോഗറിന്റെ കഴുത്തിലുണ്ട്. ജയറാമിന്റെ അമ്മയുടെയോ മുകേഷിന്റെ അമ്മയുടെയോ മോഹൻലാലിന്റെ അമ്മയുടെ ലീനേജ് നമ്മൾ പരിശോധിച്ചു. അങ്ങനെ പറയുമ്പോൾ നമുക്കതിനകത്ത്, ഞാൻ അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്നുള്ള അയ്യേ എന്താണ് ഇവനെ പറയുന്നതെന്ന് പറയുന്നത്, എന്തോ അശ്ലീലമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ലേ? പക്ഷെ വേടന്റെ അമ്മയുടെ ലീനേജ് ശ്രീലങ്കനാണ്, വേടന്റെ അമ്മയുടെ ലീനേജ് ശ്രീലങ്കയിലേക്കാണ് പോയിരിക്കുന്നത് പറയുമ്പോൾ നമുക്കതിലൊരു അശ്ലീലത ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ അവിടെയാണ് നമ്മൾക്ക് ജാതീയ ചിന്തയും വംശീയ ചിന്തയും ഉള്ളത്. അതേസമയം തന്നെ വേടന്റെ മയക്കുമരുന്ന് അതിന് നമ്മൾക്ക് പിന്തുണയ്ക്കാനേ കഴിയില്ല. ഇപ്പോൾ എം ജി ശ്രീകുമാർ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതൊന്ന് കേൾപ്പിച്ചു തരാം. അതുപോലെ ഞങ്ങളുടെ ഇപ്പം ഞാൻ സമം എന്ന മ്യൂസിക് അസോസിയേഷന്റെ വൈസ് ചെയർമാനാണ്, ദാസേട്ടനാണ് ചെയർമാൻ. ഞങ്ങളുടെ അവിടെ 120 പാട്ടുകാരുണ്ട്. അവരാരും തന്നെ ഇത്തരത്തിൽ ഒരിക്കലും ഒരു ലഹരി ഉപയോഗിച്ചുകൊണ്ടൊന്നും വേദിയിൽ കയറില്ല. കാരണം നമുക്ക് സംഗീതം എന്ന് പറയുന്നത് സരസ്വതിയാണ്. നാവിൽ സരസ്വതി വിളയാടണമെങ്കിൽ പ്രാർത്ഥന വേണം. അപ്പം നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആ രീതിയിൽ വിശ്വസിച്ച് പോകുന്ന പഴമക്കാരാണ് നമ്മൾ. അപ്പോൾ ഒരിക്കലും ഈ ഒരു സംഗീതമാണ് നമ്മുടെ ലഹരി. ഇപ്പം ഞാൻ പാടുമ്പം, ഞാൻ പടകാളിയായാലും അല്ലെന്നുണ്ടെങ്കിൽ വേറെ വേൽമുരുക പാടുമ്പോഴും എനിക്കുണ്ടാകുന്ന ഒരു പവർ, അത് ജനങ്ങൾ അവിടെ നിന്ന് കൈയടിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലഹരി, അതാണ് എൻ്റെ ലഹരി. ഒരിക്കലും എല്ലാ ചെറുപ്പക്കാരോടും ഉള്ള എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്, ഒരിക്കലും ഈ ലഹരിക്ക് അടിമപ്പെടരുത്. വേടനടക്കമുള്ള യുവാക്കൾ സത്യത്തിൽ ശ്രദ്ധിക്കേണ്ടിരുന്ന ഭാഗം ഇതാണ്. അവിടെ നിങ്ങൾ സരസ്വതിയോ അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന ഭാഗം നിങ്ങൾ വേണമെങ്കിൽ ഒഴിവാക്കി വിട്ടോളൂ. ഞാനും അത് ഒഴിവാക്കി വിട്ടു. കാരണം എനിക്ക് അതിലൊന്നും ആ രീതിയിലൊരു വിശ്വാസവുമില്ല. സംഗീതവും നൃത്തത്തിൽ ക്ലാസിക്കലായ സംഭവം എന്ന് പറയുന്നത് ദൈവം നേരിട്ട് കൊടുത്തതാണ് എന്നുള്ള കാര്യങ്ങൾ അതൊന്നും എനിക്കില്ല. പക്ഷേ അവർ മുന്നോട്ട് വെക്കുന്ന ആശയമുണ്ട്. സംഗീതമായിരിക്കണം ലഹരി എന്നുള്ളത്. മറ്റ് ലഹരികൾ ഉപയോഗിച്ചിട്ടല്ല നിങ്ങളിത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇത് നമ്മളുടെ തന്നെ ഒരു റിഫ്ലക്ഷനാണ്. നമ്മളൊരു 2 സിനിമകൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഭരതം എന്ന് പറയുന്ന സിനിമ, അതിൽ നിങ്ങളൊരു ഗായകനെ കാണുന്നുണ്ട്. മോഹൻലാലിൻ്റെ ജ്യേഷ്ഠനായിട്ട് അഭിനയിക്കുന്ന നെടുമുടി വീണ അവതരിപ്പിക്കുന്ന കഥാപാത്രം. മദ്യമാണ് അയാളുടെ ഗായകനെ നശിപ്പിക്കുന്നത്, അയാളുടെ കരിയർ ഇല്ലാതാക്കുന്നത്. രണ്ടാമത്തേത് കിഴക്കുണരും പക്ഷി എന്ന സിനിമയിൽ വയലിനിസ്റ്റ് അവതരിപ്പിക്കുന്ന മുരളി ചെയ്ത കഥാപാത്രം. ആ കഥാപാത്രം മദ്യത്തിൽ നിന്ന് പിന്നീട് മയക്കുമരുന്ന് എക്സ്ട്രീമിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒടുവിൽ മോഹൻലാൽ കമ്പോസ് ചെയ്തൊരു പാട്ടിന് വേണ്ടി വയലിൻ വായിക്കാൻ മോഹൻലാൽ വിളിക്കാൻ ചെല്ലുന്നത് മുരളിയാണ്. അപ്പോൾ ഈ മുരളിയെ വിളിക്കാൻ പോകുന്ന സമയത്ത് മോഹൻലാൽ അയാളുടെ കയ്യിലേക്ക് മയക്കുമരുന്ന് വെച്ചു കൊടുക്കും, മുരളിയുടെ കയ്യിലേക്ക്. മുരളി അത് നോക്കിയിട്ട് നിനക്ക് വേണ്ടി വയലിൻ വായിക്കാൻ എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ മയക്കുമരുന്ന് വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു രംഗമുണ്ട്. നമ്മളൊക്കെ കൈയടിച്ച ഒരു രംഗമാണ്. എന്തുകൊണ്ടാണ് നമ്മളത് കൈയടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
അതാണ് ഒരു കലാകാരൻ നൽകേണ്ട മാതൃക എന്നൊരു ചിന്ത നമുക്കുള്ളതാണ്. കലാകാരൻ മദ്യപിക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരു റോങ് മോഡൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. കാരണം കലാകാരൻ വന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന ഒരു തലമുറ ഇവിടെയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വേടൻ മയക്കുമരുന്ന് ഉപയോഗിച്ചത് അത് ഏത് രീതിയിലാണ് മയക്കുമരുന്നല്ല, അത് വേടൻ ഏത് ജാതിയിൽപ്പെട്ടവനായാലും അയാളെ തള്ളിക്കളയേണ്ടതാണ് ആ ഒരു വിഷയത്തിൽ. അതേപോലെ തന്നെ തള്ളിക്കളയേണ്ടവരാണ് വേടനെതിരെ ജാതി അധിക്ഷേപം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചിരിട്ടാക്കുന്നവർ. ഈ രണ്ട് ടെൻഡൻസിയെ നമ്മൾ തള്ളിക്കളയേണ്ടതാണ്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.